ഹായ് ഫ്രണ്ട്സ്, ഗ്ലോറിയസ് എജു ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് 10th ലെവൽ പ്രിലിമിനറി എക്സാം സിലബസിലെ ബയോളജിയിലെ മനുഷ്യ ശരീരം പൊതു അറിവ് എന്ന ടോപ്പിക്കിൽ ഉൾപ്പെടുന്ന നാഡീവ്യവസ്ഥയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. പ്രിലിമിനറി എക്സാം സിലബസിലെ കെമിസ്ട്രിയിലെ മുഴുവൻ ടോപ്പിക്കുകളും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞതാണ്. ആ വീഡിയോ കാണാത്തവർ കാണണം. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് നാഡീവ്യവസ്ഥ. നമുക്കറിയാം, ചുറ്റുപാടുകളിൽ നിന്നുള്ള ഉദ്ദീപനങ്ങൾക്കും ശരീരത്തിനുള്ളിൽ നിന്നുള്ള ഉദ്ദീപനങ്ങൾക്കും ശരീരത്തിൽ പൊതുവെ പ്രതികരണ പ്രവർത്തനങ്ങൾ നടക്കാറുണ്ട്. ഈ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ്. നാഡീവ്യവസ്ഥയിൽ ഉൾപ്പെട്ടിരിക്കുന്ന 3 ഭാഗങ്ങളാണ് മസ്തിഷ്കം, സുഷുമ്ന, നാഡികൾ എന്നിവ. ഏതൊക്കെയാണ്? മസ്തിഷ്കം, സുഷുമ്ന, നാഡികൾ. ഇവയെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയി പഠിക്കേണ്ടതുണ്ട്. അതിനു മുൻപ് ആദ്യം നമുക്ക് ന്യൂറോൺ അല്ലെങ്കിൽ നാഡീകോശം എന്താണെന്ന് പഠിക്കണം. എന്താണ് നാഡീകോശം? നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമാണ് നാഡീകോശം അല്ലെങ്കിൽ ന്യൂറോൺ. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമാണ് നാഡീകോശം. മറ്റു കോശങ്ങളിൽ നിന്നും നാഡീകോശങ്ങളുടെ സവിശേഷതയാണ് സ്വയം വിഭജിക്കാൻ ശേഷിയില്ല എന്നത്. എന്താണ്? മറ്റു കോശങ്ങളിൽ നിന്നും നാഡീകോശങ്ങളുടെ സവിശേഷതയാണ് സ്വയം വിഭജിക്കാൻ ശേഷിയില്ല എന്നത്. നാഡീകോശത്തിൻ്റെ ഘടനയെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഈ കാണിച്ചിരിക്കുന്നതാണ് നാഡീകോശം അല്ലെങ്കിൽ ന്യൂറോൺ. നാഡീകോശത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, ഷ്വാൻ കോശം, ആക്സോൺ, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ് എന്നിവ. ഇവയിൽ ഓരോന്നും എന്താണെന്ന് നമുക്ക് പഠിക്കാം. തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗമാണ് ഡെൻഡ്രൈറ്റ്. ഈ കാണുന്നതാണ് ഡെൻഡ്രൈറ്റുകൾ. എന്താണ് ഡെൻഡ്രൈറ്റിൻ്റെ ഡ്യൂട്ടി? തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗമാണ് ഡെൻഡ്രൈറ്റ്. ഇങ്ങനെ സ്വീകരിച്ച സന്ദേശങ്ങൾ ഡെൻഡ്രൈറ്റ് എവിടത്തേക്ക് കൊടുക്കുന്നു? ഡെൻഡ്രോണിലേക്ക് കൊടുക്കുന്നു. ഡെൻഡ്രോൺ. ഇതാണ് ഡെൻഡ്രോൺ. ഡെൻഡ്രൈറ്റിൽ നിന്നും ആവേഗങ്ങളെ കോശ ശരീരത്തിൽ എത്തിക്കുകയാണ് ഡെൻഡ്രോണുകൾ ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? ആദ്യം ഡെൻഡ്രൈറ്റുകൾ ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്നു അല്ലേ? എന്നിട്ട് ഇത് ഡെൻഡ്രോണുകളിലേക്ക് കൊടുക്കുകയും ഡെൻഡ്രോണുകൾ ഇത് കോശ ശരീരത്തിലേക്ക്, ഇതാണ് കോശ ശരീരത്തിൽ എത്തിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ കോശ ശരീരത്തിൽ എത്തിയിരിക്കുന്ന സന്ദേശങ്ങൾ ആക്സോൺ വഴി, ഈ നീണ്ട തന്തുവിന് പറയുന്ന പേരാണ് ആക്സോൺ. ആക്സോൺ വഴി പുറത്തേക്ക് സംവഹിക്കുന്നു. ആദ്യം എന്താണ് സംഭവിക്കുന്നത്? ആദ്യം സന്ദേശങ്ങൾ ഡെൻഡ്രൈറ്റിൽ എത്തുന്നു. ഡെൻഡ്രൈറ്റിൽ നിന്നും അത് ഡെൻഡ്രോണിലേക്ക് എത്തുകയും ഡെൻഡ്രോൺ അത് കോശ ശരീരത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. പിന്നീട് ഈ സന്ദേശങ്ങളെ ആക്സോണുകൾ ഇതാണ് ആക്സോണുകൾ പുറത്തേക്ക് സംവഹിക്കുന്നു. അങ്ങനെ ആക്സോണുകളുടെ അഗ്രഭാഗത്തായിട്ട് കാണപ്പെടുന്ന അതിൻ്റെ ശാഖകളാണ് ആക്സോണൈറ്റുകൾ. ആക്സോണിൽ നിന്നും ഈ സന്ദേശങ്ങൾ ആക്സോണൈറ്റിൽ എത്തുന്നു. ആക്സോണൈറ്റിൻ്റെ അഗ്രത്ത് കാണപ്പെടുന്ന ഭാഗമാണ് സിനാപ്റ്റിക് നോബ്. ആക്സോണൈറ്റിൻ്റെ അഗ്രഭാഗത്ത് കാണപ്പെടുന്നതാണ് സിനാപ്റ്റിക് നോബ്. ഇങ്ങനെ ആക്സോണൈറ്റിൽ എത്തിയിരിക്കുന്ന സന്ദേശങ്ങൾ സിനാപ്റ്റിക് നോബിൽ എത്തുകയും ചെയ്യുന്നു. ഇങ്ങനെ ആവേഗങ്ങൾ സിനാപ്റ്റിക് നോബിൽ എത്തുമ്പോൾ ചില രാസവസ്തുക്കളെ സിനാപ്റ്റിക് വിടവിലേക്ക് സ്രവിക്കുന്നു. ആവേഗങ്ങൾ സിനാപ്റ്റിക് നോബിൽ എത്തുമ്പോൾ ചില രാസവസ്തുക്കൾ സിനാപ്റ്റിക് വിടവിലേക്ക് സ്രവിക്കും. ഈ രാസവസ്തുക്കളാണ് നാഡീയ പ്രേഷകങ്ങൾ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്നറിയപ്പെടുന്നത്. സിനാപ്റ്റിക് നോബിൽ എത്തുമ്പോൾ രാസവസ്തുക്കൾ സിനാപ്റ്റിക് വിടവിലേക്ക് സ്രവിക്കുന്നുണ്ട്. ഈ രാസവസ്തുക്കളാണ് നാഡീയ പ്രേഷകങ്ങൾ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഈ രാസവസ്തുവാണ് അസറ്റൈൽ കോളിൻ. അസറ്റൈൽ കോളിൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇവ എന്തു ചെയ്യും? ഈ നാഡീയ പ്രേഷകങ്ങൾ തൊട്ടടുത്ത ഡെൻഡ്രൈറ്റിനെയോ കോശത്തെയോ ഉത്തേജിപ്പിച്ച് പുതിയ വൈദ്യുതാവേഗങ്ങൾ സൃഷ്ടിക്കുന്നു. അങ്ങനെയാണ് ആവേഗങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നത്. ഓരോ ഭാഗത്തെക്കുറിച്ചും ഒരിക്കൽ കൂടി നോക്കാം. ഡെൻഡ്രൈറ്റ്.
ഡെൻഡ്രോണിൻ്റെ ശാഖകളാണ് ഡെൻഡ്രൈറ്റ്. തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗമാണ് ഡെൻഡ്രൈറ്റ്. ഈ കാണുന്നതാണ് ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോണിൻ്റെ ശാഖകളാണ്. അതുപോലെ തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗമാണ് ഡെൻഡ്രൈറ്റ്. അടുത്തത് ഡെൻഡ്രോൺ. എന്താണ് ഡെൻഡ്രോൺ? കോശശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തുവാണ് ഡെൻഡ്രോൺ. ഈ കാണപ്പെടുന്നത് ഇതൊക്കെയാണ് ഡെൻഡ്രോണ്. ഓക്കെ, നീളം കുറഞ്ഞ കോശശരീരം ഏതാണ്? ഇത് അല്ലേ. അപ്പോൾ കോശശരീരത്തിൽ നിന്ന് കാണപ്പെടുന്ന നീളം കുറഞ്ഞ തന്തുവാണ് ഡെൻഡ്രോൺ. ഡെൻഡ്രൈറ്റിൽ നിന്നും ആവേഗങ്ങളെ കോശശരീരത്തിൽ എത്തിക്കുക. ഡെൻഡ്രൈറ്റിൽ നിന്നും ആവേഗങ്ങളെ കോശശരീരത്തിൽ എത്തിക്കുന്നത് ഡെൻഡ്രോണുകളാണ്. അടുത്തത് ശ്വാൻകോശങ്ങൾ. എന്താണ് ശ്വാൻകോശങ്ങൾ? ആക്സോണിനെ വലയം ചെയ്ത് കാണപ്പെടുന്ന ഈ ഒരു ഭാഗമാണ്, ആക്സോണിനെ വലയം ചെയ്ത് കാണപ്പെടുന്ന ഈ ഭാഗത്തിന് പറയുന്ന പേരാണ് ശ്വാൻകോശങ്ങൾ. അടുത്തത് ആക്സോൺ. കോശശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തു. ഇതാണ് കോശശരീരം. ഇത് എന്താണ്? ഡെൻഡ്രോൺ ആണ്. ഇത് ഡെൻഡ്രൈറ്റ്സ്. എന്നാൽ കോശശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തുവാണ് ആക്സോൺ. ഇത് അല്ലേ, ഇതാണ് ആക്സോൺ. കോശശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് സംവഹിക്കുന്നത് ആക്സോൺ ആണ്. പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ആരാണ്? ഈ നീളം കൂടിയ തന്തുവായ ആക്സോൺ ആണ്. അടുത്തത് എന്താണ് ആക്സോണൈറ്റ്? ആക്സോണിൻ്റെ ശാഖകളാണ് ആക്സോണൈറ്റ്. ആക്സോണിൻ്റെ ശാഖകളാണ് ആക്സോണൈറ്റ്. ഈ കാണപ്പെടുന്നത് ഇതാണ് ആക്സോണൈറ്റുകൾ. ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിൽ എത്തിക്കുന്നത് ആരാണ്? ആക്സോണൈറ്റ് ആണ്. ഈ കാണുന്നതാണ് സിനാപ്റ്റിക് നോബ്. അപ്പോൾ ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിൽ എത്തിക്കുന്നത് ആക്സോണൈറ്റുകളാണ്. ആക്സോണൈറ്റിൻ്റെ അഗ്രഭാഗമാണ് സിനാപ്റ്റിക് നോബ്. നാഡീയ പ്രേഷകം സ്രവിക്കുന്നത് സിനാപ്റ്റിക് നോബിൽ വെച്ച് ആണ്. അതുപോലെ ഈ കാണപ്പെടുന്നതാണ് കോശശരീരം. കോശശരീരത്തിൻ്റെ സെൻട്രലായിട്ട് കാണപ്പെടുന്നതാണ് ന്യൂക്ലിയസ്. അതുപോലെ ഈ കാണപ്പെടുന്നത് കോശദ്രവ്യമാണ്. കോശദ്രവ്യം, ന്യൂക്ലിയസ് ഉണ്ട്, കോശദ്രവ്യം. ഇതാണ് കോശശരീരം. അപ്പോൾ ഇതാണ് ഒരു ന്യൂറോണിൻ്റെ ഘടന. എന്തൊക്കെയാണ്? ആദ്യം നമ്മൾ ഡെൻഡ്രൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഡെൻഡ്രൈറ്റ്, ഇതാണ് ഡെൻഡ്രൈറ്റ്. ഇത് ഡെൻഡ്രോൺ, കോശശരീരം, ന്യൂക്ലിയസ്, കോശദ്രവ്യം, ആക്സോൺ, ആക്സോണൈറ്റുകൾ. പിന്നീട് ഇവിടെ എന്തായിരുന്നു? സിനാപ്റ്റിക് നോബ്. ആക്സോണിനെ പൊതിഞ്ഞു കാണപ്പെടുന്നതാണ് ഇത്. എന്താണ്? ശ്വാൻകോശങ്ങൾ. ഇങ്ങനെ ആക്സോണിനെ പൊതിഞ്ഞു കാണപ്പെടുന്ന ഉറയെ പറയപ്പെടുന്ന പേരാണ് മയലിൻ ഉറ. ഓക്കെ, മയലിൻ ഷീത്ത് അല്ലെങ്കിൽ മയലിൻ ഉറ എന്ന് അറിയപ്പെടുന്നു. ആക്സോണിനെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലമാണ് മൈലിൻ ഉറ അല്ലെങ്കിൽ മൈലിൻ ഷീത്ത്. മൈലിൻ ഉറ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പദാർത്ഥം കൊഴുപ്പാണ്. കൊഴുപ്പ് കൊണ്ടാണ് മൈലിൻ ഉറ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ മൈലിൻ ഉറയുടെ നിറം വെള്ളയാണ്. എന്താണ്? വെള്ള. തലച്ചോറിലും സുഷുമ്നയിലും മൈലിനുറ ഉള്ള നാഡീതന്തുക്കൾ ഒന്നിച്ചുകൂടിയ ഭാഗത്തിന് പറയുന്ന പേരാണ് വൈറ്റ് മാറ്റർ. തലച്ചോറിലും സുഷുമ്നയിലും മൈലിനുറ ഉള്ള നാഡീതന്തുക്കൾ ഒന്നിച്ചുകൂടിയ ഭാഗം അറിയപ്പെടുന്നത് വൈറ്റ് മാറ്റർ എന്നാണ്. കോശശരീരവും മൈലിനുറ ഇല്ലാത്ത നാഡീകോശ ഭാഗങ്ങളും ഒന്നിച്ചു ചേർന്നുള്ള ഭാഗമാണ് ഗ്രേ മാറ്റർ. അടുത്തത് 2 തരത്തിലുള്ള നാഡീകോശങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഏതൊക്കെയാണ്? സംവേദ നാഡീകോശങ്ങളും പ്രേരക നാഡീകോശങ്ങളും. മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും സന്ദേശങ്ങളെ വഹിക്കുന്ന നാഡീകോശങ്ങളാണ് സംവേദ നാഡീകോശങ്ങൾ. എന്നാൽ പ്രേരക നാഡീകോശങ്ങളോ? മസ്തിഷ്കത്തിൽ നിന്നും സുഷുമ്നയിൽ നിന്നും സന്ദേശങ്ങൾ വിവിധ അവയവങ്ങളിൽ എത്തിക്കുന്നതാണ് പ്രേരക നാഡീകോശങ്ങൾ. അപ്പോൾ സംവേദ നാഡീകോശങ്ങൾ എന്താണ്? മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും സന്ദേശങ്ങളെ വഹിക്കുന്ന നാഡീകോശങ്ങളാണ് സംവേദ നാഡീകോശങ്ങൾ. പ്രേരക നാഡീകോശങ്ങളോ? മസ്തിഷ്കത്തിൽ നിന്നും സുഷുമ്നയിൽ നിന്നും സന്ദേശങ്ങൾ വിവിധ അവയവങ്ങളിൽ എത്തിക്കുന്നത് പ്രേരക നാഡീകോശങ്ങളാണ്. നാഡീവ്യവസ്ഥയെ പ്രധാനമായും 2ആയി തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് കേന്ദ്രനാഡീ വ്യവസ്ഥ, രണ്ടാമത്തത് പെരിഫറൽ നാഡീവ്യവസ്ഥ. കേന്ദ്രനാഡീവ്യവസ്ഥയിൽ വരുന്ന ഭാഗമാണ് മസ്തിഷ്കവും സുഷുമ്നയും. മസ്തിഷ്കവും സുഷുമ്നയും കേന്ദ്രനാഡീവ്യവസ്ഥ അല്ലെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ വരുന്നതാണ്.
പെരിഫറൽ നാഡീവ്യവസ്ഥയിൽ വരുന്നതാണ് ശിരോനാഡികളും സുഷുമ്നാനാഡികളും. ശിരോനാഡികൾ 12 ജോഡി ശിരോനാഡികളും 31 ജോഡി സുഷുമ്നാനാഡികളും ചേർന്നതാണ് പെരിഫറൽ നാഡീവ്യവസ്ഥ. അപ്പോൾ മസ്തിഷ്കത്തെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.